നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് പുളിഞ്ചി. അപ്പോൾ ഇന്ന് ഞാനൊരു പുളിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ പുളിയിഞ്ചി തയ്യാറാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കണം. എങ്ങനെയാണ് പുളിഞ്ചി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പുളിഞ്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോൽപ്പുളി പിഴിഞ്ഞ വെള്ളമാണിത്. ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പുളിഞ്ചിയിലേക്ക് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, സ്ലൈസായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ചെറുതീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ പുളിഞ്ചിയുടെ രുചി തന്നെ മാറിപ്പോവും. ഇത് ഒരു 2 കഷ്ണം ഇഞ്ചി വളരെ നേരത്തെ ഇതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയുടെ ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതുവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 4 പച്ചമുളക് വട്ടനെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ചെറുതയിലിട്ടിട്ട് വറുത്തെടുക്കാം. പച്ചമുളകും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. വറുത്തെടുത്ത ഇഞ്ചിയും പച്ചമുളകും ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും അരച്ചത് നമുക്ക് ഈ പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുളി നന്നായിട്ട് കുറുകി വരേണ്ടതുണ്ട്. നമുക്ക് ഇളക്കിക്കൊണ്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരൽപ്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിലിവിടെ ശർക്കര പൊടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കര അച്ചാണുള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇഞ്ചിക്കറിയുടെ മധുരം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിലർക്ക് നല്ല മധുരമുള്ളത് ഇഷ്ടമാണ്, ചിലർക്ക് അധികം മധുരം താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത അതേ വെളിച്ചെണ്ണ തന്നെയാണ്. അതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരൽപ്പം കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/4 ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നുറുക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 അല്ലിയോളം ഉള്ളിയാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം നന്നായി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഗോൾഡൻ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിനെ നമുക്ക് പുളിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇഞ്ചിക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.